നമുക്ക് ശരിക്കും നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും ഈ ക്ലാസ് തീർച്ചയായിട്ടും ഇതിന്റെ ഒന്നേതോടെ നമ്മൾ തീരുന്ന സമയം വരെ ഇത് കേൾക്കേണ്ടതായിരുന്നു. എന്നുവെച്ചാൽ നമ്മളാരും പഠിച്ചിട്ടല്ല ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതും അതിന്റെ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ശൈലികളും നമ്മളത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഓരോ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് വേണം അതിന്റെ ആ ഒരു കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ആ സാറ് ക്ലാസ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു നമ്മൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിടാം. അവനവന്റെ സ്റ്റൈലില് ഏത് സ്റ്റൈലില് സംസാരിക്കണം, കണ്ണാടിയെ നോക്കി പ്രസംഗിക്കണമെന്ന് പറഞ്ഞ സാറ് അത് നമുക്ക് നല്ല അനുഭവമാണ്. അപ്പൊ ആ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളെ പോലെ തന്നെ ഞാനും ചെറിയ ചെറിയ വേദികളിൽ പ്രസംഗത്തിന് തയ്യാറായ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇതൊക്കെയാണ് സാർ പറഞ്ഞത്. നാസർ സാറിന് എനിക്ക് 2010 തൊട്ടായിരുന്നു പരിചയം. പരിചയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ദേശങ്ങൾക്ക് ഡിവിഷൻ എഞ്ചിനീയറായിരിക്കുന്ന സമയത്ത് മിക്കവാറും ആഴ്ചയിൽ 2 or 3 മീറ്റിംഗുകൾ വീട്ടിൽ തന്നെ 3 ദിവസങ്ങളോ വരെയുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുന്ന ചുമതലകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണെങ്കിൽ നാസർ സാർ കണ്ണൂർ ക്ലാസ് കണ്ടക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 1 മാസക്കാലം പാർട്ടിയുമായിട്ട് സാറിന് ക്ലാസ്സിൽ പോയി സാറ് പറഞ്ഞ ഒരൊറ്റ സെന്റൻസ് ആണ് ഇതിലുണ്ടായിരുന്നത്. നമ്മളിൽ നിന്ന് അപാരമായ പ്രവണത നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതേ രീതിയിൽ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് വാക്ക് സാധിക്കുന്നത്. അത് അർത്ഥവത്താണ്. ശരിക്കും പറഞ്ഞ ഇനി വന്നിരിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രാധാന്യം. വരാനിരിക്കുന്ന ആൾക്കാർക്ക് അന്നേരം അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഏതായാലും നല്ലൊരു രീതിയിലേക്ക് ഇതിലിപ്പോ സാറ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കം മാത്രമാണ് ഇത് കുറിച്ചിരിക്കുന്നത്. ഇതിനകത്തൊന്നും ആയിട്ടില്ല. ഇനിയും വളരെയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. അപ്പൊ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇനി ക്ലാസ്സുമായി മുന്നോട്ട് പോയി നല്ല രീതിയിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കണം എന്നാണ്